വെൽക്കം ടു നെക്സോ അരീന ടോക്സ്. ഇന്ന് നെക്സോ അരീന ടോക്സിൽ സംസാരിക്കുന്നത് ജെയിംസ് കാമറൂണിൻ്റെ പുതിയ മൂവിയായിട്ടുള്ള അവതാർ ഫയർ ആൻഡ് ആഷ് ആ സിനിമ കണ്ടതിനെ പറ്റിയുള്ള ഒപ്പീനിയനാണ്. ഇന്ന് രാവിലെ 7:30 നമ്മുടെ സിനിപോളിസ് ഐമാക്സിൽ പോയിട്ടാണ് ഈ സിനിമ കണ്ടത്. സിനിപോളിസിൽ ഐമാക്സിൽ കണ്ടത് വർത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം ആ 3D ഐമാക്സിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീല് വേറെ തന്നെയായിരുന്നു. അതിനിപ്പോൾ നോർമൽ തിയേറ്ററിൽ പോയി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത്രയും ക്ലാരിറ്റിയോടൊരു 3D കാണുന്നത് ആദ്യമാണ്. ഇതിന് മുന്നേ ഞാൻ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തുള്ള F1 ഓപ്പൺഹൈമർ ആയിരുന്നു. പക്ഷേ അത് രണ്ടും തന്ന ഫീലിനേക്കാളും അടിപൊളിയായിരുന്നു അവതാർ കണ്ടപ്പോൾ കിട്ടിയത്. ഇത് അവതാറിൻ്റെ 3ാമത്തെ എഡിഷനാണ്. ട്രിയോളജി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചിരിക്കുന്നത് ആദ്യത്തെ ഭാഗം തന്നെയാണെങ്കിലും ഈ പുതിയ വേർഷൻ 2ാം ഭാഗത്തിനേക്കാളും മികച്ചതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവതാർ 2ൻ്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെയാണ് അവതാർ 3 വന്നിരിക്കുന്നത്. ഇതിനകത്ത് മറൈൻ പീപ്പിൾ അത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് ആൻറ്റഗോണിസ്റ്റായിട്ടുള്ള കേണലും പിന്നെ ഇതിനകത്ത് എനിക്ക് മറ്റേ അനന്തബദ്ധത്തിലെ ദിഗംബരൻ്റെ ഫീമെയിൽ വേർഷനായിട്ടാണ് ഇതിനകത്ത് ആൻറ്റി ക്യാരക്ടർ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കേണലിൻ്റെ ക്യാരക്ടർ അവർക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ ജെക്സുള്ളി, നെത്തിരി അവർ തമ്മിലുള്ള കെമിസ്ട്രി, പിന്നെ മക്കൾ തമ്മിലുള്ള ബോണ്ടിങ്, ഫാമിലി, സ്പൈഡി ആയിട്ടുള്ള അവരുടെ റിലേഷൻ, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കണ്ടതിൻ്റെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം. പറ്റുമെങ്കിൽ ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം അതിനുള്ളതുണ്ടെന്നല്ല, അതിനാണ് ഈ പടമൊക്കെ ഇറക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ക്വാളിറ്റിയിലും ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. തവണത്തെ അവതാറിലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷനും അവരുടെ ഡെപ്തും അതെല്ലാം കുറച്ചും കൂടി ആഴത്തിലാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി അടുത്ത ഒരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.